2026 തുടക്കം. ഒരു കാലത്ത് മധ്യപൂർവേഷ്യയുടെ ശക്തി കേന്ദ്രമായിരുന്ന ഇറാൻ ഇന്ന് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. തെരുവുകൾ കത്തുകയാണ്. സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. പതിറ്റാണ്ടുകളായി ഇരുമ്പ് മറയ്ക്കുള്ളിൽ അധികാരം നിലനിർത്തിയ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന ഭരണകൂടം ഇന്ന് വിറയ്ക്കുകയാണ്. ഒരു വശത്ത് ഇസ്രയേലുമായുള്ള യുദ്ധമേൽപ്പിച്ച മുറിവുകൾ, മറുവശത്ത് റിയാലിൻ്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞതോടെ വിശപ്പടക്കാൻ പാടുപെടുന്ന ജനത. 86 വയസ്സുള്ള പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ അടുത്തതാരാണ് എന്ന ചോദ്യം കൊട്ടാരത്തിനുള്ളിൽ തന്നെ വലിയൊരു അധികാര വടംവലിക്ക് കാരണമായിരിക്കുന്നു. ഇതൊരു സാധാരണ പ്രതിഷേധമല്ല. 1979 ഷാ ഭരണകൂടത്തെ വീഴ്ത്തിയ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ കണ്ട ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണിത്. ലോകം ഉറ്റുനോക്കുന്ന ആ ചോദ്യം ഇതാണ്: ഇറാനിലെ ഭരണകൂടം വീഴാൻ പോവുകയാണോ, അതോ അടിച്ചമർത്തലിലൂടെ ഇനിയും അവർ പിടിച്ചു നിൽക്കുമോ? ഈ വീഡിയോയിലൂടെ നമ്മൾ അന്വേഷിക്കുന്നത് ഇറാൻ നേരിടുന്ന മേൽപ്പറഞ്ഞ അസ്തിത്വ പ്രതിസന്ധിയുടെ ആഴങ്ങളാണ്. വരൂ നമുക്ക് നോക്കാം. ഒരു ഭരണകൂടം വീഴുന്നത് തോക്കുകൾ കൊണ്ടല്ല, മറിച്ച് പണം കടലാസ് കഷ്ണങ്ങളായി മാറുമ്പോഴാണ്. 2025 അവസാനത്തോടെ ഇറാനിൽ സംഭവിച്ച അതാണ്. അമേരിക്കൻ ഡോളറിനെതിരെ ഇറാൻ റിയാലിൻ്റെ മൂല്യം 14 ലക്ഷം എന്ന റെക്കോർഡ് തകർച്ചയിലെത്തി. ഇറാനിലെ സാധാരണക്കാരുടെ ജീവിതം നരകതുല്യമായിരിക്കുന്നു. പണപ്പെരുപ്പം ഏതാണ്ട് 50% മുകളിലാണ്. 1 കിലോ അരി വാങ്ങാൻ പോലും ചാക്കുകണക്കിന് നോട്ടുമായി പോകേണ്ട അവസ്ഥ. ഞങ്ങൾക്ക് ആറ്റം ബോംബ് വേണ്ട, ഭക്ഷണം മതി എന്ന മുദ്രാവാക്യം ഇറാനിലെ തെരുവുകളിൽ മുഴങ്ങുന്നു. എന്താണ് ഈ തകർച്ചയ്ക്ക് കാരണം? 1. 2025 ജൂണിൽ ഇസ്രയേലുമായി നടന്ന 12 ദിവസത്തെ യുദ്ധം. ഇത് ഇറാന്റെ സാമ്പത്തിക അടിത്തറ ഇളക്കി. 2. ഉപരോധങ്ങൾ. അമേരിക്കയും UN ഉപരോധങ്ങൾ കർശനമാക്കിയതോടെ എണ്ണ വിറ്റ് ഡോളർ നേടാനുള്ള ഇറാന്റെ വഴികൾ അടഞ്ഞു. ഇറാനിലെ മധ്യവർഗ സമൂഹം അതിദാരിദ്ര്യത്തിലേക്ക് വീണു. പണ്ട് ഭരണകൂടത്തെ അനുകൂലിച്ചിരുന്ന കച്ചവടക്കാർ പോലും ഇപ്പോൾ എതിർപ്പുമായി രംഗത്തുണ്ട്. ബസാർ വ്യാപാരികളുടെ പണിമുടക്ക് ഇറാൻ ചരിത്രത്തിൽ എപ്പോഴും ഭരണമാറ്റത്തിന്റെ സൂചനയായിരുന്നു. ഇന്നും തെഹ്റാനിലെ ഗ്രാൻഡ് ബസാർ അടഞ്ഞു കിടക്കുകയാണ്. പണമില്ലാത്ത വിശക്കുന്ന ജനതയ്ക്ക് മുന്നിൽ ഭരണകൂടത്തിന്റെ വാഗ്ദാനങ്ങൾ വെറും വാക്കുകളായി മാറുന്നു. സാമ്പത്തിക തകർച്ചയേക്കാൾ വലിയൊരു ഭീഷണി ഭരണകൂടം നേരിടുന്നുണ്ട്. അത് സമയമാണ്. പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിക്ക് വയസ്സ് 86 കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ആരോഗ്യം അതീവ ഗുരുതരമാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ആരാണ് അടുത്ത നേതാവ്? ഈ ചോദ്യം ഇറാനിലെ ഉന്നതങ്ങളിൽ ഒരു നിശബ്ദ യുദ്ധത്തിന് തിരികൊളുത്തിയിരിക്കുന്നു. ഖമേനിയുടെ മകൻ മുജ്തബ ഖമേനി പിൻഗാമിയാകുമെന്ന അഭ്യൂഹം ശക്തമാണ്. എന്നാൽ ഒരു രാജവാഴ്ചയെ എതിർത്തു വന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് അധികാരം മകനിലേക്ക് കൈമാറുന്നത് ജനങ്ങൾക്കും സൈന്യത്തിനുമിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന സൈനിക വിഭാഗത്തിൻ്റെ റോൾ നിർണായകമാകുന്നത്. ഇറാന്റെ സാമ്പത്തിക മേഖലയുടെ 60% നിയന്ത്രിക്കുന്നത് ഇവരാണ്. ഖമേനിയുടെ മരണശേഷം ഒരു മതപുരോഹിതനേക്കാൾ ഉപരി ഒരു സൈനിക ഏകാധിപത്യത്തിലേക്ക് ഇറാൻ മാറിയേക്കാമെന്ന് നിരീക്ഷകർ കരുതുന്നു. IRGCക്കുള്ളിലും വിള്ളലുകളുണ്ട്. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ഇറാന്റെ സുരക്ഷാ വലയത്തിനുള്ളിൽ എത്രത്തോളം നുഴഞ്ഞുകയറി എന്ന് 2024-25 കാലഘട്ടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ കൊലപാതകങ്ങൾ തെളിയിച്ചു. സ്വന്തം നിഴലിനെ പോലും ഭയക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് ഇറാന്റെ നേതൃത്വം. 2022 മഹ്സ അമീനിയുടെ മരണത്തെ തുടർന്നുണ്ടായ സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന പ്രക്ഷോഭം ഒരു തുടക്കം മാത്രമായിരുന്നു. അന്ന് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയായിരുന്നെങ്കിൽ 2026 പ്രക്ഷോഭം ഇറാനിയൻ അതിജീവനത്തിന് വേണ്ടിയുള്ളതാണ്. ഇത്തരത്തെ പ്രതിഷേധങ്ങളുടെ പ്രത്യേകത അതിൽ പങ്കെടുക്കുന്നവരാണ്. വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കുമൊപ്പം കർഷകരും തൊഴിലാളികളും വിരമിച്ച ഉദ്യോഗസ്ഥരും തെരുവിലുണ്ട്. മതനഗരങ്ങളായ കോമിലും മഷാദിലും പോലും ഭരണകൂട വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നു. ഭരണകൂടം പതുപോലെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്നു. ആയിരങ്ങളെ ജയിലിലടയ്ക്കുന്നു. എന്നാൽ ഭയം എന്ന വികാരം ഇറാനിയൻ ജനതയിൽ നിന്നും മാഞ്ഞുപോയിരിക്കുന്നു. സ്വച്ഛാധിപതിക്ക് മരണം എന്ന മുദ്രാവാക്യം ഇപ്പോൾ രഹസ്യമല്ല, പരസ്യമായ ഒരു വെല്ലുവിളിയാണ്. ഇറാനിലെ ന്യൂനപക്ഷങ്ങളായ കുർദുകൾ, ബലൂച്ചികൾ, അറബികൾ എന്നിവരും ഈ അവസരം മുതലെടുത്ത് വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു. രാജ്യം പല കഷ്ണങ്ങളായി ചിതറുമോ എന്ന ഭയവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിലും ഇറാൻ ഒറ്റപ്പെടുകയാണ്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് ഇറാൻ വിളിച്ചിരുന്ന സഖ്യകക്ഷികൾ തകർന്നു. ഗാസയിൽ ഹമാസും ലെബനനിൽ ഹിസ്ബുള്ളയും ഇസ്രായേൽ ആക്രമണങ്ങളിൽ ദുർബലമായി. സിറിയയിൽ ബഷാർ അൽ അസാദിന്റെ പതനം ഇറാന് കനത്ത തിരിച്ചടിയായി. റഷ്യയും ചൈനയും പോലും ഇറാനെ രക്ഷിക്കാൻ വലിയ തോതിൽ ഇടപെടുന്നില്ല.
സ്വന്തം അതിർത്തിക്കുള്ളിൽ തീ പടരുമ്പോൾ വിദേശത്തെ യുദ്ധങ്ങൾക്കായി പണം ചെലവഴിക്കുന്നതിനെതിരെ ഇറാനികൾ തന്നെ രംഗത്തു വരുന്നു. ഗാസയ്ക്കല്ല, ലെബനനല്ല, എൻ്റെ ജീവൻ ഇറാനു വേണ്ടി എന്ന മുദ്രാവാക്യം ഇതിന് തെളിവാണ്. ഇറാനിയൻ ഭരണകൂടം തകരുമോ? ഉത്തരം ലളിതമല്ല. 3 സാധ്യതകളാണ് മുന്നിലുള്ളത്. 1. നിലവിലെ ഭരണകൂടം ക്രൂരമായ അടിച്ചമർത്തലിലൂടെ അധികാരം നിലനിർത്തും, പക്ഷേ അതൊരു ഉത്തര കൊറിയൻ മോഡലിലേക്ക് മാറും. 2. ഖമേനിയുടെ മരണശേഷം IRGC അധികാരം പിടിച്ചെടുത്ത് ഒരു സൈനിക ഭരണകൂടം സ്ഥാപിക്കും. 3. ജനകീയ പ്രക്ഷോഭം വിജയിക്കുകയും ഇസ്ലാമിക് റിപ്പബ്ലിക് തകർന്ന് പുതിയൊരു ജനാധിപത്യ ഇറാൻ ഉദയം ചെയ്യുകയും ചെയ്യും. ഒരു കാര്യം ഉറപ്പാണ്, 1979 തുടങ്ങിയ വിപ്ലവം ഇപ്പോൾ അതിൻ്റെ അന്തിമ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. മാറ്റം അനിവാര്യമാണ്. അത് സമാധാനപരമായിരിക്കുമോ അതോ രക്തരൂക്ഷിതമായിരിക്കുമോ എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ഇറാൻ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. എപ്പോൾ വേണമെങ്കിലും അത് പൊട്ടിത്തെറിക്കാം. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.